ഡിയർ ഫ്രണ്ട്സ്, പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള പൂക്കൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നിറങ്ങൾ വാരി വിതറുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? ആ ചെടികളെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും അതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ സ്നേഹിക്കണം. അപ്പോഴ് ഓരോ പൂവിലൂടെയും പ്രകൃതി നമുക്ക് തരുന്ന ആനന്ദം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പൂക്കാനും വളർച്ചയ്ക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രാസവളമാണ് നാനോ ഡാപ്പ്. അപ്പൊ നാനോ വളങ്ങളുടെ പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് ഒരു ചാക്ക് വളം ചെയ്യുന്ന ഉപയോഗം ഈ 500 ml കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത്രത്തോളം എളുപ്പത്തിൽ ചെടികൾക്ക് ആഗിരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ സാധാരണ തരി രൂപത്തിലുള്ള ഡാപ്പ് DAP നമുക്കറിയാമല്ലോ. ഇത് ലിക്വിഡ് രൂപത്തിലാണ് ഈ DAP, അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. 8% നൈട്രജനും 16% ഫോസ്ഫറസ്. അറിയാലോ, ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് നൈട്രജൻ. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ വലിയ പൂങ്കലകളും പൂക്കളും വേരുകളുടെ വളർച്ചയ്ക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഫോസ്ഫറസ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ശതമാനം കൊടുത്തേക്കുന്നുണ്ടോ? 8:16:0. അതാണ് അതിന്റെ ഒരു അളവ്. വളത്തിന്റെ മൂലകങ്ങളുടെ അളവ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അളവെന്ന് പറയുന്നത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ, 2 മുതൽ 4 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെടിക്ക് ഒരു പുതിയ വളം കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കാറൊക്കെ ആയി നിൽക്കുന്ന ചെടികൾ, പൂക്കാൻ മടിയായിട്ടൊക്കെ നിൽക്കുന്ന ചെടികളില്ലേ, പെട്ടെന്ന് പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരികയും പെട്ടെന്ന് നല്ല നിറവും പൂക്കളുടെ എണ്ണം കൂടിയ പൂങ്കുലകളോട് കൂടിയ പൂക്കളും നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്കിതൊന്ന് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 20 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററിന് 2 ml. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് നല്ലതുപോലെ കുലുക്കി മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചെടികളെല്ലാം നനയ്ക്കണം. നനഞ്ഞിരിക്കുന്ന, അതായത് 1 മണിക്കൂറിന് മുമ്പേ ചെടികൾ നനയ്ക്കണം. 40 ml ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. പെട്ടെന്ന് പൂക്കാനൊക്കെ ആയി നിന്നിട്ടും പൂക്കളൊന്നും വരുന്നില്ല എന്നുള്ള സങ്കടമുള്ള ആൾക്കാരില്ലേ, അവർക്ക് പെട്ടെന്ന് ചെടിയിൽ പൂക്കൾ ആയി കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഒരു വളമാണ് ഈ നാനോ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്പെയറിൽ നിറയ്ക്കാം. ഇതെല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം കേട്ടോ. ഓർക്കിഡിന് മാത്രമല്ല, റോസയ്ക്കായിരുന്നാലും മറ്റ് വിളകൾക്കായിരുന്നാലും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇലകളുടെ അടിഭാഗത്ത് നല്ലതുപോലെ ഇത് തട്ടണം കേട്ടോ. കാരണം അടിഭാഗത്താണ് സ്റ്റൊമാറ്റ, അതിന്റെ ഓപ്പണിങ് കൂടുതലായിട്ടുള്ളത്. റോസയ്ക്കും എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, എത്ര ഇതാണെന്ന് നോക്കിയേ. അതിന്റെ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ എത്ര ബ്രാഞ്ച് വരുന്നുണ്ടെന്ന് നോക്കിയത് കണ്ടോ. കഴിവതും പൂക്കളിൽ തട്ടാതെ നോക്കുക. നല്ല കുളിപ്പിച്ചടിക്കണേ. ഇന്ന് പൂക്കൾ കൂടുതലുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.